വെൽക്കം ക്ലിപ്പി വേൾഡ്. ലാസ്റ്റ് വീക്ക് ഞാൻ ഒരു ബാംഗിൾ ഷോപ്പിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കിൽക്കി ബാംഗിൾസ്, വാണിയംകുളം ഷൊർണൂര് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് ജ്വല്ലറിയാണ്. ബാംഗിൾസും ഉണ്ട്, ഇയർ റിങ്സും ഉണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ഇയർ റിംഗ് ആണ്. ജസ്റ്റ് ഇതാണ് ഇയർ റിംഗ്, ഒരു ലാവൻഡർ ആണ്. ഞാൻ അത് വേറെ ഇത് കാണിച്ചു തരാം. ഇയർ റിങ്സ് കണ്ടില്ലേ, നല്ല ട്രഡീഷണൽ ആയിട്ടും ഈ ജുംകാസിന് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ഇയർ റിംഗ് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സൽവാറിൻ്റെ കൂടെ പെയറപ്പ് ചെയ്യാം, ലാവൻഡർ കളറിൽ സൽവാറിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാരിയുടെ കൂടെയും പെയറപ്പ് ചെയ്യാം. ജുംകാസിന് ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർ റിംഗ് ആണ് ഇത്. ഇങ്ങനെ ഹുക്ക് പോലെയാണുള്ളത്, റിംഗ് അല്ല. ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും കുഴപ്പമില്ല, ബാക്ക് സ്റ്റഡ് ഒന്നുമില്ല. മസ്റ്റ് ട്രൈ ആണ്. ഇതിന് ഒരു ഏകദേശം ഒരു 60യുടെ അടുത്ത് വരുന്നുണ്ട് ഇയർ റിങ്ങിന്. എന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ കുറേ കളർ റേഞ്ചസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് ആണ്. വെസ്റ്റി വെയറിൻ്റെ ഒപ്പവും ട്രഡീഷണൽ വെയറിൻ്റെ ഒപ്പവും നമുക്ക് യൂസ് ചെയ്യാം. ലാവൻഡർ ഡ്രസ്സിൻ്റെ കൂടെ, ലാവൻഡർ ലെഹങ്കയുടെ കൂടെ, ലാവൻഡർ സൽവാറിൻ്റെ കൂടെ, സാരിയുടെ കൂടെ ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇത് ഡസന് 150 220 റുപ്പീസാണ്. 150 to 220 റുപ്പീസാണ്. ഹാഫ് ഡസന് 150 റുപ്പീസാണ്. ഇതിൻ്റെ ഒരുപാട് കളർ, നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ട്. ഡാർക്ക് ഷെയ്ഡിനേക്കാളും ഇപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കുപ്പിയോളകളൊക്കെ പോകുന്നത്. മസ്റ്റ് ട്രൈ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്കിൽ റെഡ് വരുന്ന ഒരു കുപ്പിയോളയാണ്. ഇതിൽ 6 ഉണ്ടായിരുന്നു, ഒരെണ്ണം ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. ഓക്കെ, ഇത് സെറ്റായിട്ട് ഡസന് 100 ആണ്. 6 എണ്ണത്തിന് 50 റുപ്പീസാണ്. ഇത് ഒരു നല്ല വെറൈറ്റി ആയിട്ട്, ഇതുപോലെ ഈ റെഡിന് പകരമായിട്ട് ഇങ്ങനെ വൈറ്റ് ആയിട്ടുള്ളതും ബ്ലാക്കിൽ വൈറ്റ് ആയിട്ടുള്ളതും നല്ല രസമുള്ളത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിനും അവിടെ അവൈലബിൾ ആണ്. ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. അവിടെ വിസിറ്റ് ചെയ്യുന്നവരാണ് തീർച്ചയായും പോയി നോക്കുക. ഇത് സൈസ് വരുന്നത് 2.6 ആണ്. എൻ്റെ സൈസൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് 2.6 ആണ്. 2.4ഉം 6നും ഇടയിലാണ് എൻ്റെ സൈസ്. സോ ഞാൻ ഇത്തിരി കൂടെ ലൂസായിട്ടുള്ള 2.6 ആണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ജുംകാസ് ഇഷ്ടപ്പെടുന്നവർക്കാണിത്. നല്ലൊരു റെഡ് ജുംക്കയാണ്. റെഡ് ഔട്ട്ഫിറ്റിന്റെ കൂടെ, റെഡ് സാരിയുടെ കൂടെ ഒക്കെ നന്നായിരിക്കും. ഈ ഔട്ട്ഫിറ്റായിട്ട് മാറുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഈ റെഡ് ഔട്ട്ഫിറ്റായിട്ടൊക്കെ ഇങ്ങനത്തെ ജുംകാസ്, എൻ്റെ കുറച്ച് വലിയ ഫേസ് ആയതുകൊണ്ട് ജുംക്ക അത്ര മാച്ച് ആവുന്നില്ല, എന്നാലും ഇടാം. ജുംകാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് റെഡ് ആണ്, മസ്റ്റ് ട്രൈ ആണ്. ഇനി ചെറിയ ജുംകാസ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു വെറൈറ്റി ജുംക്കി, ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ വരുന്ന സ്റ്റഡൊക്കെ ഉള്ള ഒരു ജുംക്കയാണ്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടല്ലേ. വലിയ ജുംകാസ് ഇഷ്ടമുള്ളവർക്ക് ഇത് 30 റുപ്പീസാണ്. ഇത് വേറെ വേറെ ഷെയ്ഡ് ഉണ്ട്. ഇപ്പൊ റെഡ് തന്നെ ഐ വിൽ എൻഡ് അപ്പ് വിത്ത് റെഡ്, എന്തോ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല ജുംക്കയാണ്, നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. ട്രഡീഷണൽ വെയറിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് പീച്ച് കളറ് ജുംക്കയാണ്. ഇത് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. നേരത്തെ കാണിച്ച റെഡ് ജുംക്കയായിട്ട് സിമിലർ ഉണ്ട്, ബട്ട് ഈ ഒരു സ്റ്റഡ് മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതും വലിയ ജുംക്കയാണ്. ട്രഡീഷണൽ വെയർ ആയിട്ട് സാരിയുടെ കൂടെയും ലെഹങ്കയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാം. 110 റുപ്പീസാണ്. വേറെയും ഷെയ്ഡ്സ് ഗ്രീൻ, പിന്നെ അതുപോലെ യെല്ലോ, അങ്ങനെ കുറച്ച് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലോങ് ഫേസ് ഉള്ളവർക്കാണ് സ്യൂട്ട് ആവുക, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നല്ല കളക്ഷൻസ് ആണ് കിൽക്കി ബാംഗിൾസിലുള്ളത്. എന്തോ ഫൈനൽ ബാംഗിൾ സെറ്റ്. ഇത് ഒരു മെറ്റൽ ബാംഗിൾ സെറ്റാണ്. ഇത് എനിക്ക് അവിടെ പോയി ഇൻസ്റ്റോർ പോയി ആദ്യം വാങ്ങിച്ചതാണ്. ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ട്. ഇതിലൊരു ലൈറ്റ് ബ്ലൂ, കുറച്ചും കൂടെ ലാർക്ക് ബ്ലൂ, ഒരു
പേർപ്പിൾ, ഒരു പീച്ച് ഓറഞ്ച്, അങ്ങനത്തെ എല്ലാ ഷെയ്ഡും ഉണ്ട്. നമുക്ക് പൊട്ടവും ഇല്ല, താഴെ വീണ 30 രൂപയേ വരുന്നുള്ളൂ. 12 ബാംഗിൾസ് കിട്ടും നമുക്ക്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഇതിൽ വരുന്ന ഏത് ഷെയ്ഡിന്റെയും കൂടെ പെയറപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. സൂപ്പർ ബാംഗിളാണ്, താഴെ വീണ് പൊട്ടുമില്ല, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എൻ്റെ ഈ കിൽക്കി ബാംഗിൾസ് ഹോൾ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള ഹോൾ ഷോപ്പിംഗ് വ്ളോഗ്സ് ഒക്കെ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.